നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDF-ന്റേത് VD സതീശന്റെ വിജയമല്ലെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. കൂട്ടായ്മയുടെ ജയമാണെങ്കിലും അവകാശം ലീഗിനാണ്. PV അൻവർ നേടിയ വോട്ടുകൾ ചെറുതായി കാണാനാവില്ല എന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. അത് സതീശന്റെ വിജയമല്ല, അത് കോൺഗ്രസിന്റെ അവരുടെ കൂട്ടായ്മ വാസ്തവത്തിൽ ജയം ലീഗിൻ്റെതാണ്. പക്ഷെ അൻവറിന്റെ ശക്തി എന്തുമാത്രം ഉണ്ടെന്നുള്ളത് തിരിച്ചറിയാൻ ഗവൺമെന്റ് സാധിക്കാതെ പോയി. 20,000-ത്തിനടുത്ത് വോട്ടാണ് വിളിച്ചത്. പക്ഷേ അൻവർ ഭരണം ഉണ്ടായിരുന്ന കാലത്ത് ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ജനോപകാര പ്രവർത്തനങ്ങൾ നടത്തി സ്വാധീനം ചെലുത്താൻ സാധിച്ചു എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന് 20,000 ആളുകൾ വോട്ട് കൊടുക്കാൻ തയ്യാറായില്ലേ. അതൊരു ചെറിയ കാര്യമായി കണക്കാക്കാൻ സാധിക്കില്ല. ശരത് എസ് വിവരങ്ങളുമായി. ശരത്, ഇപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് നടത്തിയ പ്രസംഗം, പിന്നീട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ ഇടതുപക്ഷം വിജയിക്കുന്നത് എങ്ങനെയാണ് എന്ന് പറഞ്ഞ അടക്കമുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പോൾ കോൺഗ്രസിന്റെ വിജയത്തെക്കുറിച്ചാണോ ഇപ്പോൾ വെള്ളാപ്പള്ളിയുടെ പ്രതികരണം? അതായത് സ്മൃതി, നിലമ്പൂർ തെരഞ്ഞെടുപ്പ് അത് UDF-ന്റെ സീറ്റാണ്, അതിൽ അവർ വിജയിച്ചു, അത് അംഗീകരിക്കണം എന്നുള്ളതാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്. പക്ഷേ LDF തോറ്റു എന്ന് പറയാനാവില്ല. നല്ല വോട്ട് LDF നേടി. ലീഗും കോൺഗ്രസും ഒരുമിച്ച് നിന്നാണ് ഈ ഇത്തരത്തിലൊരു വിജയം കൈവരിച്ചിട്ടുള്ളത്. അപ്പം അൻവർ നേടിയ വോട്ടുകൾ അത് ചെറുതായി കാണാനാവില്ല എന്നുള്ളതായിരുന്നു വെള്ളാപ്പള്ളിയുടെ പ്രതികരണം. അൻവർ പാർട്ടിക്ക് വിധേയമായാൽ എടുക്കാമെന്ന കോൺഗ്രസ് നിലപാട് മികച്ചതാണ്. സമീപ ചരിത്രത്തിൽ UDF എടുത്ത ഏറ്റവും ഉറച്ച തീരുമാനമാണ് ഇത്തരത്തിൽ അൻവറിനെ പാർട്ടിയിലേക്ക് ക്ഷണിച്ചതും വരാത്തതുമായി ബന്ധപ്പെട്ട രീതിയിൽ. അതായത് പിന്നീട് അൻവറിനെ പാർട്ടിയിൽ ഉൾപ്പെടുത്താതെയൊക്കെയുള്ള തീരുമാനങ്ങൾ എന്തായാലും ആ രീതിയിൽ ചരിത്രപരമായ തീരുമാനമാണ് എന്നുള്ളതാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്. അതേസമയം നിലമ്പൂർ വിജയം VD സതീശിൻ്റെതാണെന്ന് പറയാൻ കഴിയില്ല. നിലവിൽ ഇപ്പോൾ നമുക്കറിയാൻ സാധിക്കും ഈ ക്യാപ്റ്റൻ മേജർ തർക്കം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് അദ്ദേഹം അങ്ങനെ ഒരു പ്രതികരണം നടത്തുന്നത്. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വിജയം അത് VD സതീശിന്റെ വിജയമല്ല, മേജറും ക്യാപ്റ്റനും ഒക്കെ അവർ തീരുമാനിക്കട്ടെ, അണ്ണനും തമ്പിയും ഒക്കെ അവർ കളിക്കട്ടെ എന്നുള്ളതായിരുന്നു വെള്ളാപ്പള്ളിയുടെ നടേശന്റെ പ്രതികരണം. ആ രീതിയിൽ ഈ വിഷയത്തിൽ UDF-ന്റെ വിജയമാണെന്ന് പറയുമെങ്കിൽ പോലും അത് ലീഗിന്റെ കൂടി വിജയമാണ് എന്നുള്ളതാണ് ഇപ്പോൾ എന്തായാലും വെള്ളാപ്പള്ളി നടേശൻ ആവർത്തിച്ചു. ശരി, ശരത് എസ് ആണ് വിവരങ്ങൾ നൽകിയത്.